ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന അതീവ സുന്ദരമായ വിനോദസഞ്ചാരത്തിന് പേരുകേട്ട മൗറീഷ്യസ് എന്ന രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലോ. എന്നാൽ ഈ ദ്വീപരാഷ്ട്രത്തിൻ്റെ അധീനതയിലുള്ള അഗലാഗ എന്ന ചെറുദ്വീപിനെക്കുറിച്ച് അധികമാരും കേൾക്കാൻ വഴിയില്ല. മൗറീഷ്യസ് പ്രധാന ദ്വീപിൽ നിന്നും ഏകദേശം 1050 കിലോമീറ്റർ വടക്കായി മാലിദ്വീപിനും ഡീഗോ ഗാർഷ്യയ്ക്കും ഇടയിൽ വടക്കും തെക്കുമായി നിലകൊള്ളുന്ന രണ്ട് ചെറുദ്വീപുകൾ ചേർന്ന് 25,000 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ളതാണ് അഗലാഗ ദ്വീപ്. കഷ്ടിച്ച് 400ഓളം പേർ മാത്രം അധിവസിക്കുന്ന നാളികേര കൃഷിയും കൊപ്ര സംസ്കരണവും പ്രധാന ഉപജീവന മാർഗമായ ഈ ദ്വീപിൽ ഭാരത സർക്കാർ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് മൗറീഷ്യസുമായി സഹകരിച്ച് ഒരു വമ്പൻ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി. തെക്കു പടിഞ്ഞാറൻ ഇന്ത്യ മഹാസമുദ്രത്തിലൂടെ കടന്നുപോകുന്ന അന്താരാഷ്ട്ര കപ്പൽ ചാലുകളെയും ചരക്ക് നീക്കങ്ങളെയും കൃത്യമായി നിരീക്ഷിക്കാനും മേഖലയിൽ ചൈന ഉയർത്തുന്ന വെല്ലുവിളിയെ ഫലപ്രദമായി പ്രതിരോധിക്കാനും ഉതകുന്ന ഒരു സൈനിക താവളം. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയാനുള്ളത്. ൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗറീഷ്യസ് സന്ദർശിച്ച വേളയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ അഗലാഗ ദ്വീപ് വികസനത്തിനായുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. 2024 ഫെബ്രുവരി 29 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നാഥും ചേർന്ന് ഈ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. മൗറീഷ്യസ് സർക്കാരിനാണ് പദ്ധതിയുടെ ഉടമസ്ഥാവകാശം എന്നതിനാൽ അവരുടെ വിവിധ സേനകൾക്കും ഈ താവളത്തിൽ പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്. അഗലേഗ ദ്വീപ് നിവാസികളുടെ വികസനത്തിനും കടൽക്കൊള്ള തടയുന്നതിനുമുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി എന്നാണ് ഭാരതവും മൗറീഷ്യസും ഔദ്യോഗികമായി വിശദീകരിക്കുന്നത്. എന്നാൽ ഉപഗ്രഹ ചിത്രങ്ങൾ പരിശോധിച്ചവർ ഞെട്ടി. അത് പൂർണ്ണസജ്ജമായ ഒരു സൈനിക താവളമായിരുന്നു. ഇതുകൂടാതെ ദ്വീപുവാസികൾക്കായി ആശുപത്രി സൗകര്യങ്ങൾ, കടകൾ, കമ്മ്യൂണിറ്റി ഹാൾ തുടങ്ങിയ 6 പ്രാദേശിക വികസന പദ്ധതികളും ഇതോടൊപ്പം പ്രവർത്തനം ആരംഭിച്ചു. ആകെ 700 കോടിയാണ് ഭാരതം ഇതിനായി മുതൽ മുടക്കിയത്. അടിയന്തര ഘട്ടങ്ങളിലും സമുദ്ര സുരക്ഷ ഉറപ്പാക്കാനും മൗറീഷ്യസിൻ്റെ അനുമതിയോടെ ഭാരതത്തിൻ്റെ സൈനിക ആസ്തികൾ ഇവിടെ വിന്യസിക്കാനും ഉപയോഗിക്കാനും നമുക്ക് പൂർണ്ണ അനുമതിയുണ്ട്. ഇതിനായി ഏകദേശം 3 കിലോമീറ്റർ ദൈർഘ്യമുള്ള റൺവേ ഇവിടെ സാധ്യമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ്റെയും ചൈനയുടെയും അന്തർവാഹിനികളെയും ചാരക്കപ്പലുകളെയും കണ്ടെത്താനും വിവരങ്ങൾ സൈനിക ആസ്ഥാനത്തെത്തിക്കാനും ഭാരതം നിയോഗിച്ചിരിക്കുന്ന P-81 പോസിഡോൺ പോലുള്ള വലിയ വിമാനങ്ങൾക്ക് ഇവിടെ ഇറങ്ങാൻ കഴിയും. നിരീക്ഷണത്തിനായി ഭാരതവും മൗറീഷ്യസും ഉപയോഗിക്കുന്ന ഡോണിയർ വിമാനങ്ങളും ഇവിടെ ഇറങ്ങും. നമ്മുടെ മുൻനിര പോർ വിമാനങ്ങളായ റഫേൽ, സുഖോയ് 30, MiG-29 വിമാനങ്ങൾക്കും ഇവിടെ ഇറങ്ങാനും ഇന്ധനം നിറയ്ക്കാനും ആകാം. അടിയന്തര സാഹചര്യത്തിൽ സൈനിക ചരക്ക് വിമാനങ്ങൾക്കും വന്ന് സുഗമമായി ലാൻഡ് ചെയ്യാനാകും. വിമാനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് ഹാങ്ങറുകളും റഡാർ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വലിയ ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾക്കും ഡിസ്ട്രോയറുകൾക്കും അടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള വലിയൊരു ജെട്ടിയും തുറമുഖ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കടലിൻ്റെ ആഴമുള്ള ഭാഗത്തേക്ക് നീട്ടി നിർമ്മിച്ച വലിയ ജെട്ടിക്ക് സെൻറ്റ് ജെയിംസ് ജെട്ടി എന്നാണ് പേരിട്ടിരിക്കുന്നത്. സാധാരണ കപ്പലുകൾക്ക് പുറമെ ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും മാരകമായ ഡിസ്ട്രോയർ കപ്പലുകൾക്കും ഫ്രിഗേറ്റുകൾക്കും ഇവിടെ നേരിട്ട് വന്ന് അടുക്കുവാനും ഇന്ധനവും ആയുധവും നിറയ്ക്കുവാനുമുള്ള സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നാവികസേനയുടെ കപ്പലുകളുടെ വിന്യാസത്തിനും ലോജിസ്റ്റിക്സ് ആവശ്യങ്ങൾക്കും വലിയ കരുത്തു പകരുന്നതാണ് അഗലേഗ പദ്ധതി. നമ്മുടെ നാവികസേനയുടെ കപ്പലുകൾ നിലവിൽ ഈ മേഖലയിൽ സജീവ സാന്നിധ്യമാണ്. ചൈനയുടെ അന്തർവാഹിനികളുടെയും കപ്പലുകളുടെയും നീക്കങ്ങൾ നിരീക്ഷിക്കാൻ അത്യന്താധുനിക സമുദ്ര നിരീക്ഷണ റഡാറുകളും ഇലക്ട്രോണിക് ഇൻ്റലിജൻസ് സംവിധാനങ്ങളും ദ്വീപിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതുവഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയുള്ള എല്ലാ കപ്പൽ ഗതാഗതങ്ങളുടെയും തത്സമയ വിവരങ്ങൾ ശേഖരിക്കാനും അവ നമ്മുടെ നാവികസേനയുടെ കമാൻഡ് സെൻറ്ററുകളിലേക്ക് കൈമാറാനും സാധിക്കും. ആഫ്രിക്കൻ തീരത്തിനടുത്തുള്ള ജിബൂട്ടിയിലും പാകിസ്ഥാനിലെ ഗാദ്വാറിലും ചൈന സൈനിക താവളങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ സൈനിക താവളങ്ങളെ നിരീക്ഷിക്കാനും പ്രതിരോധിക്കാനും അഗലേഗ ഭാരതത്തെ സഹായിക്കും. കൂടാതെ തെക്കു പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ കടന്നുപോകുന്ന അന്താരാഷ്ട്ര കപ്പൽ ചാലുകളെയും ചരക്ക് നീക്കങ്ങളെയും ഇനി കൃത്യമായി നിരീക്ഷിക്കാം. മുൻപ് തെക്കു പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കാനും മറ്റും നമുക്ക് അമേരിക്കയുടെ ഡീഗോ ഗാർഷ്യ താവളത്തെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ അഗലേഗയിൽ സ്വന്തമായി ആഴക്കടൽ തുറമുഖം ഉള്ളതിനാൽ വലിയ ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾക്കും ഡിസ്ട്രോയറുകൾക്കും ഇനി അവിടെ നേരിട്ടെത്തി ഇന്ധനവും മറ്റ് ലോജിസ്റ്റിക്സ് സഹായങ്ങളും സ്വീകരിക്കാം.
ഇത് നമ്മുടെ നാവികസേനയുടെ പ്രതികരണ സമയം ഗണ്യമായി കുറയ്ക്കും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നാം തന്ത്രപരവും സൈനികപരവും വാണിജ്യപരവുമായ സുരക്ഷാ ആശങ്കകൾ നേരിടുന്നുണ്ട്. ഭാരതത്തിൻ്റെ വ്യാപാരത്തിൻ്റെ 95% ഇന്ധന ഇറക്കുമതിയുടെ ഭൂരിഭാഗവും ഈ സമുദ്രപാത വഴിയായതിനാൽ ഈ ആശങ്കകൾ അതീവ നിർണായകമാണ്. രാജ്യത്തേക്ക് വരുന്ന ഇന്ധന കപ്പലുകളുടെ പ്രധാന പാതകൾ അകലേഖയ്ക്ക് സമീപമുള്ള സമുദ്രമേഖലയിലൂടെയാണ്. യുദ്ധ സാഹചര്യങ്ങളോ കപ്പൽ കൊള്ളക്കാരുടെ ഭീഷണിയോ ഉണ്ടായാൽ ഈ കപ്പൽ ചാലുകൾക്ക് പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കാൻ അകലേഖയിലെ സൈനിക സാന്നിധ്യം സഹായിക്കും. ഭാരതത്തെ കടലിൽ വെച്ച് വളയുക എന്ന ലക്ഷ്യത്തോടെ ചൈന നടപ്പിലാക്കുന്ന തന്ത്രമാണ് സ്ട്രിംഗ് ഓഫ് പേൾസ്. ഇതിനായി അവർ പാകിസ്ഥാനിലെ ഗോദ്വാർ, ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട, ആഫ്രിക്കയിലെ ജിബൂത്തി എന്നിവിടങ്ങളിൽ തുറമുഖങ്ങളും സൈനിക താവളങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ചൈനയുടെ ഈ നീക്കത്തെ പ്രതിരോധിക്കാൻ നാം നടപ്പിലാക്കുന്ന നെക്ലേസ് ഓഫ് ഡയമണ്ട്സ് എന്ന തന്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുത്താണ് അകലേഖ. ചൈനയുടെ വികസന പദ്ധതികൾ പല ചെറിയൻ ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങളെയും വലിയ കടക്കണിയിൽ വീഴ്ത്താറുണ്ട്. എന്നാൽ ഭാരതം വികസന പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകുന്ന രാജ്യമാണ്. മൗറീഷ്യസിൻ്റെ പരമാധികാരത്തെ മാനിച്ചുകൊണ്ട് അവർക്കുകൂടി ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ പദ്ധതി നടപ്പിലാക്കിയത്. ചൈനയുടെ അത്യന്താധുനിക റിസർച്ച് കപ്പലുകളും ചാരക്കപ്പലുകളും ഇന്ത്യൻ സമുദ്ര അതിർത്തിയോട് ചേർന്ന് നിരന്തരമായി പര്യവേഷണങ്ങൾ നടത്തുന്നത് നമ്മുടെ സൈനിക നീക്കങ്ങൾ ചോർത്താൻ കാരണമാകുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനീസ് ആണവ അന്തർവാഹിനികളുടെയും കപ്പലുകളുടെയും സാന്നിധ്യം അടുത്ത കാലത്തായി വളരെ വർദ്ധിച്ചത് കടുത്ത സുരക്ഷാ ആശങ്കയും സൃഷ്ടിക്കുന്നുണ്ട്. അകലേഖയിൽ ഇറങ്ങുന്ന നമ്മുടെ ചാരവിമാനങ്ങൾക്ക് കടലിനടിയിലെ ചൈനീസ് അന്തർവാഹിനികളുടെ നീക്കങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്താനും നിരീക്ഷിക്കാനും കഴിയും. ആഫ്രിക്കയിലെ ജിബൂത്തിയിൽ ചൈനയ്ക്ക് വലിയൊരു നാവിക താവളമുണ്ട്. അവിടെ നിന്നാണ് ചൈനീസ് യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. അകലേഖ ദ്വീപിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ആഫ്രിക്കൻ തീരത്തോട് അടുത്തായതിനാൽ ജിബൂത്തിയിൽ നിന്നും ഇറങ്ങുന്ന ചൈനീസ് കപ്പലുകളെയും ചരക്ക് നീക്കങ്ങളെയും വഴിയിൽ വെച്ച് തന്നെ കൃത്യമായി നിരീക്ഷിക്കാൻ സാധിക്കും. ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ ചൈന വലിയ തോതിൽ ഖനന ഊർജ്ജ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ വിഭവങ്ങൾ ചൈനയിലേക്ക് കൊണ്ടുപോകുന്നത് അകലേഖയ്ക്ക് സമീപമുള്ള സമുദ്രപാതകൾ വഴിയാണ്. ഭാരതവും ചൈനയും തമ്മിൽ ഭാവിയിൽ എന്തെങ്കിലും യുദ്ധസാഹചര്യം ഉണ്ടായാൽ അകലേഖയിലെ റൺവേയും ആഴക്കടൽ തുറമുഖവും ഉപയോഗിച്ച് ചൈനയുടെ വാണിജ്യ ഊർജ്ജ കപ്പൽപാതകളെ തടസ്സപ്പെടുത്തിയാൽ നമുക്ക് വലിയ തന്ത്രപരമായ മേൽക്കൈ ലഭിക്കും. ചുരുക്കത്തിൽ ചൈന ഭാരതത്തെ വളയാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മധ്യത്തിൽ ഒരു സ്ഥിരമായ വിമാനവാഹിനി കപ്പൽ പോലെ അകലേഖയെ മാറ്റിയെടുത്താണ് നമ്മൾ ചൈനീസ് ഭീഷണികളെ മറികടക്കുന്നത്. അകലേഖയിൽ ഭാരതം വൻതോതിൽ മിസൈലുകളോ ആയുധങ്ങളോ സ്ഥിരമായി സംഭരിച്ചു വച്ചിട്ടില്ലെങ്കിലും ചൈനയുമായോ പാകിസ്ഥാനുമായോ ഏതെങ്കിലും സംഘർഷമുണ്ടായാൽ മണിക്കൂറുകൾക്കകം യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും എത്തിച്ച് യുദ്ധസജ്ജമാകാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ താവളം ഒരുക്കിയിരിക്കുന്നത്. മൗറീഷ്യസ് തങ്ങളുടെ അകലേഖ ദ്വീപ് വികസിപ്പിക്കാൻ ഭാരതവുമായി ധാരണയിലെത്തിയതിനു പിന്നിൽ സാമ്പത്തികവും സുരക്ഷാപരവും തന്ത്രപരവുമായ കാരണങ്ങളുണ്ട്. അകലേഖയെ സ്വന്തമായി സംരക്ഷിക്കാനോ വികസിപ്പിക്കാനോ ഉള്ള സാമ്പത്തിക സൈനിക ശേഷി മൗറീഷ്യസിന് ഇല്ല. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മൗറീഷ്യസിൻ്റെ സാമ്പത്തിക മേഖല വളരെ വലുതാണ്. അന്താരാഷ്ട്ര കപ്പൽ ചാലുകൾ കടന്നുപോകുന്ന ഇവിടെ കടൽ കൊള്ളക്കാരുടെയും അനധികൃത മീൻപിടുത്തത്തെയും മയക്കുമരുന്ന് കള്ളക്കടത്തിനെയും തടയാൻ മൗറീഷ്യസ് തീരസംരക്ഷണ സേനയ്ക്ക് പരിമിതികളുണ്ടായിരുന്നു. ഭാരതം നിർമ്മിച്ച റൺവേയും റഡാർ സംവിധാനങ്ങളും തുറമുഖവും ഉപയോഗിച്ച് മൗറീഷ്യസ് പ്രതിരോധ സേനയ്ക്ക് തങ്ങളുടെ അതിർത്തികൾ ശക്തമായി നിരീക്ഷിക്കാനും സാധിക്കും. കരാറിന് മുൻപ് അകലേഖ ദ്വീപ് ലോകത്തിൽ നിന്നും ഏതാണ്ട് ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ചെറിയ കപ്പൽ ജെട്ടിയും പുൽമേട് റൺവേയും വലിയ യാത്രാ സംവിധാനങ്ങൾക്ക് അനുയോജ്യമായിരുന്നില്ല. പദ്ധതി ചെലവ് പൂർണ്ണമായി ഭാരതം വഹിക്കുന്നതിനാൽ മൗറീഷ്യസിന് സാമ്പത്തിക ബാധ്യതയും ഉണ്ടായില്ല. ചുഴലിക്കാറ്റ്, സമുദ്ര അപകടങ്ങൾ, എണ്ണച്ചോർച്ച എന്നിവ ഉണ്ടാകുമ്പോൾ ഈ മേഖലയിലെ ആദ്യ സഹായം എത്തിക്കുന്നത് ഭാരതമാണ്. അകലേഖയിലെ സൈനിക താവളം വഴി മൗറീഷ്യസിന് അടിയന്തര ഘട്ടങ്ങളിൽ വേഗത്തിൽ സഹായം ലഭ്യമാകും. മൗറീഷ്യസിലെ ജനസംഖ്യയുടെ ഏകദേശം 65 മുതൽ 70% വരെ ഭാരതത്തിൽ നിന്ന് കുടിയേറിയവരാണ്. ചരിത്രപരമായും രാഷ്ട്രീയമായും ഇരു രാജ്യങ്ങളും തമ്മിൽ വളരെ അടുത്ത സൗഹൃദവുമുണ്ട്. അതുകൊണ്ടുതന്നെ ഒരു വിദേശ ശക്തി എന്നതിലുമുപരി വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു കുടുംബാംഗം ആയിട്ടാണ് മൗറീഷ്യസ് നമ്മെ കാണുന്നത്. ദ്വീപിൽ വലിയ തോതിലുള്ള ഉദ്യോഗസ്ഥരെയും സൈനികരെയും താമസിപ്പിക്കാൻ പാകത്തിലുള്ള
സൈനിക ബാരക്കുകളും കമ്മ്യൂണിറ്റികളും നിർമ്മിച്ചിട്ടുണ്ട്. മൗറീഷ്യൻ സേനയെ സഹായിക്കാനും ഈ സംവിധാനങ്ങൾ നിയന്ത്രിക്കാനുമായി ഭാരതത്തിന്റെ പ്രതിരോധ സേനയിലെ ഉദ്യോഗസ്ഥർ നിലവിൽ അവിടെ തങ്ങുന്നുണ്ട്. ഭാരതത്തിന് തന്ത്രപരമായ നിരീക്ഷണങ്ങൾ നടത്താൻ അനുവാദമുള്ളതുപോലെ തന്നെ മൗറീഷ്യസിന് തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയ്ക്കും വികസനത്തിനുമായി ഈ താവളം പൂർണ്ണ അവകാശങ്ങളോടെ ഉപയോഗിക്കാം. നിലവിൽ മൗറീഷ്യസിന്റെ കോസ്റ്റ് ഗാർഡും പോലീസ് ഹെലികോപ്റ്റർ വിഭാഗവും അഗലേഗയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. താവളത്തിന്റെ ദൈനംദിന ഭരണവും സുരക്ഷാ മേൽനോട്ടവും മൗറീഷ്യൻ ഉദ്യോഗസ്ഥരുടെ കീഴിലാണ്. ഭാരതവും മൗറീഷ്യസും സംയുക്തമായാണ് ഇവിടെ സമുദ്ര നിരീക്ഷണം നടത്തുന്നത്. ഇന്ത്യൻ നേവി മൗറീഷ്യൻ സേനയ്ക്ക് ആവശ്യമായ പരിശീലനവും റഡാർ വിവരങ്ങളും കൈമാറുന്നുണ്ട്. ഈ പദ്ധതിക്ക് മുൻപ് അഗലേഗയിലെ ജനങ്ങൾക്ക് പ്രധാന ദ്വീപായ മൗറീഷ്യസിലേക്ക് പോകാൻ ദിവസങ്ങളോളം കപ്പൽ യാത്ര ചെയ്യണമായിരുന്നു. പുതിയ റൺവേ വന്നതോടെ മൗറീഷ്യസ് സർക്കാരിൻ്റെ യാത്രാ വിമാനങ്ങൾക്കും അടിയന്തര മെഡിക്കൽ സർവീസുകൾക്കും ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്.